സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കൊപ്പം വേദി പങ്കിട്ടതിൽ വിശദീകരണവുമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ. എംഎൽഎയുടെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല. റോഡ് ഉദ്ഘാടനത്തിന് പങ്കെടുത്തത് വികസന പ്രവർത്തനം എന്ന നിലയിലാണെന്നും പ്രമീള പ്രതികരിച്ചു. ചെയർപേഴ്സണെ തള്ളി ബിജെപി ജില്ലാ നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഇക്ബാൽ, നമ്മൾ പ്രമീള ശശിധരനെ തള്ളിക്കൊണ്ട് കൈയൊഴിഞ്ഞുകൊണ്ട് ജില്ലാ നേതൃത്വം കടുപ്പിച്ച ഭാഷയിൽ തന്നെ പ്രതികരിച്ചത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രമീള ശശിധരന്റെ പ്രതികരണം ഇപ്പോൾ വരുമ്പോൾ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല എന്നാണോ പ്രമീള പറയുന്നത്? എംഎൽഎ പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ പ്രതിഷേധം നടത്തിയ പാർട്ടിയാണ് ബിജെപി. ഇതിപ്പോ എന്താണ് പ്രമീള ശശിധരൻ വിശദീകരിക്കുന്നത്? ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ കേസ് വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ബിജെപി നടത്തുന്നു. അതിനിടയിലാണ് ഇന്നലെ നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ രാഹുലുമായി ഒരു വേദി പങ്കിടുന്നത്. അതിനുശേഷം പിന്നീട് പ്രമീള ശശിധരനെതിരെ വ്യാപകമായിട്ടുള്ള ഈ തർക്കങ്ങൾ ബിജെപിക്ക് അകത്ത് ഉയരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ബിജെപിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ തന്നെ പ്രമീള ശശിധരനെ തള്ളിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയത്. പാർട്ടിയുടെ നിലപാട് കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു രാഹുലുമായി വേദി പങ്കിട്ടിരുന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് പ്രമീള ശശിധരൻ രാഹുലിനൊപ്പം വേദി പങ്കിടുകയും പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ പ്രതികരിച്ചത്. പക്ഷേ ഏതായാലും പ്രശാന്ത് ശിവന്റെ ഈ വാക്കുകളെ ഇപ്പോൾ തള്ളിക്കൊണ്ടാണ് പ്രമീള ശശിധരൻ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. രാഹുലുമായി വേദി പങ്കിടരുത് എന്ന രീതിയിലൊരു നിർദ്ദേശം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പരിപാടിയിൽ എത്തുമായിരുന്നില്ല എന്നുള്ളതാണ് പ്രമീള ശശിധരൻ പറയുന്നത്. മാത്രമല്ല, നഗരസഭയുടെയും ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന നേതൃത്വം തന്നോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു രീതിയിലും ഒരു വിശദീകരണം തേടിയിട്ടില്ല. കാര്യങ്ങൾ തേടുകയാണെങ്കിൽ കൃത്യമായി തന്നെ സംസ്ഥാന നേതൃത്വത്തെ ഈ വിഷയങ്ങൾ ധരിപ്പിക്കും. എന്ത് നടപടി പാർട്ടിയിൽ നിന്നുണ്ടായാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ളതും പ്രമീള ശശിധരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാട് അതിനെ തള്ളുകയാണ് പ്രമീള ശശിധരൻ ഈ മണിക്കൂറിൽ.